അലനല്ലൂരിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം കുറേ ആളുകൾ ആശ്രയിക്കണം, എടത്തനാട്ടുകര ആ ഭാഗത്തു നിന്നൊക്കെ. അപ്പോൾ കിടത്തി ചികിത്സ കൊണ്ടുവരാൻ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? അത് ആരുടെ പരിധിയിലാണ് വരുന്നത്? ഗവൺമെൻറ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ പ്രാഥമികമായിട്ടുള്ള നമ്മുടെ ഈ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററാണ്. അതിനെന്താ വെച്ചാൽ മറ്റേ ബ്ലോക്കിൻ്റെ പരിധിയിലാണ് ഈ സാധനം വരിക. ഒരു മിടുക്കനായ ബ്ലോക്ക് മെമ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൃത്യമായ ഇടപെടലുകളുടെ നമ്മളെ ഹെൽത്ത് സെൻ്ററിനെ ഉയർത്താൻ സാധിക്കും. ഇപ്പം മേലാറ്റൂരുണ്ടല്ലോ കിടത്തി ചികിത്സ, കുമരമ്പത്തൂരുണ്ട്. ആ അപ്പം നമുക്ക് സാധിക്കാത്ത കുഴപ്പമില്ല. കാരണം നമ്മുടെ വലിയൊരു ഏരിയയാണ്, അലനല്ലൂർ എടത്തനാട്ടുകര വലിയൊരു ഏരിയയാണ്. കൃത്യമായിട്ട് ഡോക്ടർമാർ വേണം, കിടത്തി ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ വേണം. ഒരുപാട് ആളുകളുടെ മരണവുമായി ബന്ധപ്പെട്ട് ഞാൻ തന്നെ പലപ്പോഴും എഴുതിയിട്ടുണ്ട്. കൃത്യമായ ചികിത്സ കിട്ടാതെ മരിക്കുന്ന ആളുകളുടെ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റൽ ആ ഒരു ലെവലിലേക്ക് ഉയരാനുള്ള എന്നോ സാഹചര്യം നമുക്കുണ്ട്. പക്ഷേ കൃത്യമായ ഇടപെടലുകൾ ഇല്ലാത്തത് കൊണ്ടാണ് എന്നാണ് ഞാനത് മനസ്സിലാക്കുന്നത്. എന്താ വെച്ചാൽ സ്ഥാനമാനങ്ങൾ നേടി പോവുക എന്നുള്ളതല്ല, സമൂഹത്തെ എങ്ങനെ സേവിക്കാം എന്നുള്ളത് നമ്മുടെ ജനപ്രതിനിധികൾക്ക് കൃത്യമായിട്ട് അറിയുമെങ്കിൽ കൂടി അതിന് സമയമില്ല, അല്ലെങ്കിൽ സമയം കണ്ടെത്തുന്നില്ല. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ വ്യാപാര മേഖലയെ സമ്പുഷ്ടമാക്കാനുള്ള പദ്ധതികൾ രൂപീകരിക്കുന്നതാണ്. അപ്പം നമ്മൾ വലിയ കൊട്ടി ഘോഷിച്ചത്, ഇപ്പോൾ നിങ്ങൾ നടക്കുന്ന ചാനലുകളിലൊക്കെ പുതിയൊരു കട തുടങ്ങുമ്പോൾ നമ്മുടെ ആളുകളുടെ കട മറ്റേ പരസ്യങ്ങളും കാര്യങ്ങളും. പക്ഷേ ഇത് നഷ്ടത്തിൽ വന്ന് പൂട്ടിപ്പോകുന്ന എത്ര സ്ഥാപനങ്ങൾ ഈ മറ്റേ നമ്മൾ എല്ലായ്പ്പോഴും എന്ത് ചെയ്യും, സക്സസ് ആവുന്നവരെ അവരുടെ പുറകെ നമ്മൾ പോവുക. പക്ഷേ ഈ പരാജയം ഏറ്റുവാങ്ങുന്ന കുറേ ആളുകളുണ്ട്, അവരുടെ പിന്നാലെ നമ്മൾ പോകുന്നില്ല. അങ്ങനെ കുറേ എത്ര കടകളാണ് അതിനൊരു പൂട്ടിപ്പോകുന്നത് അറിയും. അപ്പോൾ കൃത്യമായിട്ട് ഈ മറ്റേ ബിൽഡിംഗ് അസോസിയേഷനായിട്ടും മറ്റേ വ്യാപാരി സുഹൃത്തുക്കളായിട്ടും അവരൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ഇടപെട്ടുകൊണ്ട് ഒരു വ്യാപാര സംബന്ധമായൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു പുതിയ സംരംഭകനെ എന്ത് ചെയ്യണം, പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തണം. അതൊക്കെ ഒരു ജനപ്രതിനിധികളുടെ കടമകളും കൂടിയാണ്, അത് നമ്മൾ ശ്രദ്ധിക്കണം.